ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ ടാഗ്സ് ഉണ്ടെന്ന് നോക്കാം ഒരു HTML അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HTML ടാഗിനകത്തായിരിക്കും നമ്മൾ ഈ ഫുൾ HTML പേജിൻ്റെ കണ്ടൻസ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റാർട്ടിംഗ് ടാഗും ഉണ്ടാവും, ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. ഓക്കെ, ദെൻ ഈ എന്ന് ഉദ്ദേശിച്ചത് അതൊരു ആട്രിബ്യൂട്ടാണ്, ലാംഗ്വേജിൻ്റെ ആട്രിബ്യൂട്ട്. ലാംഗ്വേജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്, അതിനെ ലാങ് എന്ന് വിളിക്കുക. ആൻഡ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് ബേസ്ഡ് സൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഹെഡ് ടാഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈറ്റിൻ്റെ ഹെഡ് സെക്ഷനിൽ എന്തൊക്കെയാണ് വരേണ്ടത് എന്നുള്ളതാണ് ഹെഡ് ടാഗിൽ പറയാം. ഓക്കെ, അതിനകത്തുള്ള ബേസിക്കലി 2 ടാഗാണ്, ഒന്ന് മെറ്റാ ടാഗും പിന്നെ ഒന്ന് ടൈറ്റിൽ ടാഗും. ടൈറ്റിൽ സിമ്പിളാണ്. ടൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടൈറ്റിൽ ടാഗിൻ്റെ അകത്ത് കൊടുക്കുന്നതായിരിക്കും ഈ ഹെഡിങ് സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഹെഡിങ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ HTML ട്യൂട്ടോറിയലിനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ മെറ്റാ ടാഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് നമ്മളത് നെറ്റിൽ ഇടുവാണെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സെർച്ചിൽ പെട്ടെന്ന് വരാനായിട്ട് നമുക്ക് കുറേ കീവേഡ്സ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മെഡിസിൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കാണുന്ന സൈറ്റ് മെഡിസിൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കാണുന്ന സൈറ്റ്സ് ഉണ്ടല്ലോ, ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ കീവേഡ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സൈറ്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇനീഷ്യലി ആദ്യം വരാനായിട്ടും അതേപോലെ അങ്ങനത്തെ കണ്ടൻസ് ആഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് മെറ്റാ ടാഗ്സ് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്ന ടാഗാണ് ബോഡി ടാഗ്. സോ ബോഡി ടാഗിനെ കുറിച്ച് പറഞ്ഞു. സോ ബോഡി ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു HTML വെബ്സൈറ്റ് ഉണ്ടെന്ന്. സോ HTML വെബ്സൈറ്റിൽ നമ്മൾ ഈ HTML കണ്ടന്റ് ഫുള്ള് ലൈക്ക് നമ്മൾ ആ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റ് കാണുന്ന സ്ഥലമാണ് ഈ ബോഡി ടാഗ്. സോ കോഡ് ഓക്കെ, സോ നമ്മൾ ബോഡീൻ്റെ ഉള്ളിലാണ് ബേസിക്കലി ഈ HTML സ്റ്റൈൽസും കാര്യങ്ങളും കണ്ടൻസും കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ, സോ നെക്സ്റ്റ് ടാഗ് എന്ന് പറയുന്നത് ഹെഡിങ് ടാഗാണ്. സോ ഹെഡിങ് ടാഗ് H1, H2, H3 അതുപോലെ H6 വരെ ഉണ്ട്. അത് ബേസിക്കലി H1 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാഗും H6 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ടാഗും ആയിരിക്കും. സോ H1 ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ സോ ഇത് H1 ടാഗ് ആയിരിക്കും ഫസ്റ്റത്തെ, പിന്നെ രണ്ടാമത്തെ H2 ടാഗും. സോ ഓരോ ഇത് കുറഞ്ഞു വരുമ്പോഴും അതിൻ്റെ സൈസ് കുറഞ്ഞു വരും. H3 ടാഗ് ആണെങ്കിൽ സൈസ് പിന്നെയും കുറയും. ഓക്കെ, സോ നെക്സ്റ്റ് ടാഗ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ടാഗാണ്. പാരഗ്രാഫ് ടാഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നമുക്ക് കണ്ടൻസ് എഴുതുമ്പോൾ പാരഗ്രാഫ്സ് കണ്ടൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ടാഗാണ് ഈ പാരഗ്രാഫ് ടാഗ്. ഇപ്പോൾ ഈ ലോറംസ് എന്ന് പറയുന്ന പാരഗ്രാഫ് നമ്മൾ പാരഗ്രാഫ് ടാഗ് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടാഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമേജ് ടാഗാണ്. അത് ബേസിക്കലി നമുക്കൊരു വെബ്സൈറ്റിൽ ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമേജ് ടാഗ് വെച്ചിട്ടാണ് വെബ്സൈറ്റ്സിൽ ഇമേജസ് ആഡ് ചെയ്യുന്നത്. അതിന് ബേസിക്കലി നമുക്ക് IMG ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഇമേജിൻ്റെ സോഴ്സ് ആണ്. ലൈക്ക് ആ ഇമേജിൻ്റെ സോഴ്സ് പാത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾട്ട് എന്ന് പറയുന്നത്. ഇൻ കേസ് ഇമേജ് ലോഡ് ആയില്ലെങ്കിൽ, വെബ്സൈറ്റിൽ ലോഡ് ആയില്ലെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് കാണിക്കാനുള്ളതാണ് അവിടെ. ആൻഡ് സോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ലിങ്ക് വെച്ച് നോക്കിയാലോ? ആ ലിങ്ക് വെച്ച് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇമേജ് അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഇമേജ് അഡ്രസ്സ് കോപ്പി ചെയ്ത് നമുക്കൊരു ഡൗൺലോഡഡ് ഇമേജും വെക്കാം, അതേപോലെ തന്നെ ലിങ്കും കൊടുക്കാം ഇമേജിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ കേസ് ഈ ലിങ്ക് വർക്കായില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ഇമേജ് ബേർഡിൻ്റെ ഇമേജ് അല്ലേ, അപ്പോൾ ഞാൻ ജസ്റ്റ് ബേർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇമേജ് വന്നു. ഓക്കെ, ഈ ഓൾട്ടിൻ്റെ ഉപയോഗം ജസ്റ്റ് കാണിച്ചു തരാണെങ്കിൽ ഞാനിപ്പോൾ ഈ ലിങ്കിൽ ചെറിയ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ ഇൻ കേസ് ദ ഇമേജ് ഇസ് നോട്ട് വർക്കിംഗ്, നമുക്കത് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് ഓൾട്ട് ടാഗിൽ കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇമേജ് ടാഗ്. നെക്സ്റ്റ് എന്ത് ടാഗ് പഠിക്കണേ? നമ്മൾ ആങ്കർ ടാഗ് പഠിക്കാം. ഓക്കെ, ആങ്കർ ടാഗ് എന്ന് വെച്ചാൽ ഓക്കെ, സോ ആങ്കർ ടാഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ്സിൽ ഒരു ലിങ്ക്സ് ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ തന്നെ വേറെ സെക്ഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നൊരു ആങ്കർ ടാഗിൽ വെച്ചിട്ടുണ്ട്, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ href ആട്രിബ്യൂട്ടിൽ പറയണേ. ഹൈപ്പർ റെഫറൻസ് എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് സാധനം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എനിക്ക് ഗൂഗിളിൽ പോകണമെന്ന് വിചാരിച്ചോ, ഞാൻ എന്ത് ചെയ്യും?
ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് എന്ത് ലിങ്ക് വേണമെങ്കിലും നമുക്ക് URL ആണ് ഇവിടെ ബേസിക്കലി നമ്മൾ കൊടുക്കുന്നുണ്ടാവും. സോ നമുക്ക് എന്തെങ്കിലും ക്ലിക്ക് മീ എന്നുള്ള സാധനം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നമ്മൾ href ആട്രിബ്യൂട്ടിലാണ് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് href ആട്രിബ്യൂട്ടിൻ്റെ യൂസ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടാഗാണ് div. div എന്ന് വെച്ചാൽ ഡിവിഷൻ. ഇപ്പോൾ നമ്മൾ ബേസിക്കലി div വലിയ യൂസ് വരുന്നത് സ്റ്റൈലിങ്ങിലാണ്. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിനെ അല്ലെങ്കിൽ ഇത് ബേസിക്കലി ഈ പറഞ്ഞ h ആയാലും p ടാഗ് ആയാലും img ഇതിനൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് div ടാഗ്. ഓക്കെ, ഇതിൻ്റെ ബേസിക് യൂസ് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇൻഡിവിജ്വൽ ടാഗ് സ്റ്റൈൽ ചെയ്യാണ്ട് കോമൺ ആയിട്ടൊരു ടാഗ് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ div ടാഗ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്തായിരിക്കും നമ്മൾ ഒരു ഹെഡിങ് എഴുതും, ദെൻ ഒരു പാരഗ്രാഫ് എഴുതും, ദെൻ എന്താ ഒരു ഈ ഇമേജ് തന്നെ കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കതൊന്ന് ഇങ്ങനെ ഒരു div ടാഗിൻ്റെ അകത്ത് ഇതും സ്റ്റാർട്ടിങ് ഉണ്ടാവും ക്ലോസിങ് ഉണ്ടാവും. അതിനകത്തോട്ട് ഇതാണ് ഒരു ഇതാണ് ഈ ഹായ്, അതേപോലെ പാര, ദെൻ ഇമേജ്. ഇത് നമ്മളൊരു ഗ്രൂപ്പാക്കി. ഈ ഗ്രൂപ്പാക്കണ ടാഗിനെയാണ് div ടാഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക് ടാഗ്സ് നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇത്രയും ടാഗ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ബൈ.